സ്കീം 2024 കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു താൽക്കാലിക ആൻസർ കീ 10-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, 10/6. സോ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ കംപ്ലയിൻറ്റ്സ് ഒക്കെ പരിഗണിച്ചിട്ട് എക്സ്പെർട്ട് കമ്മിറ്റി അതിൻ്റെ ആൻസർ കീ റിവൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഒരു ഫൈനൽ ആൻസർ കീ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം എഞ്ചിനീയറിംഗിൻ്റെ എക്സാം 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ദിവസത്തെയും വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ 10-ാം തീയതിയാണ് ഫാർമസിയുടെ എൻട്രൻസ് നടന്നത്. അപ്പോൾ അതിൽ 5-ാം തീയതിയിലെ എക്സാമിന് നേരത്തെ പബ്ലിഷ് ചെയ്ത നമ്മളുടെ ആൻസർ കീയിൽ, അതായത് ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് 10-ാം തീയതി റാങ്ക് ലിസ്റ്റ് അല്ല, ആൻസർ കീ 10-ാം തീയതി പബ്ലിഷ് ചെയ്തില്ലേ, അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 22-ൻ്റെ ആൻസർ, അതുപോലെ തന്നെ 53-ൻ്റെ ആൻസർ, 150-ൻ്റെ ആൻസർ, 5-ാം തീയതിയിലത്തെ ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു പക്ഷേ നിങ്ങൾ പഠിപ്പിക്കാത്ത പോർഷനിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ആ ഓപ്ഷൻസ് തന്നെ തെറ്റോ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണെങ്കിലാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സിലബസിലുണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻസ് വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എയും ബിയും സിയും ഡിയും ഒന്നും ശരിയല്ലാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. 94-ാമത്തെ ആൻസർ പറഞ്ഞിരുന്നത് എ എന്നായിരുന്നു, പക്ഷേ അതിപ്പോൾ ഇ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി 6-ാം തീയതി നടന്നത് 22-ാമത്തെയും 32-ാമത്തെ ആൻസർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 139-ാമത്തെ ആൻസർ സി എന്നായിരുന്നു പബ്ലിഷ് ചെയ്തത്, ഇപ്പോൾ അത് എ ആക്കി റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി 7-ാം തീയതിയിലെ എക്സാമിൻ്റെ 14, 22, 26, 58 അതിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. അതിൽ 26 ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഡിലീറ്റഡ് ആണ്. 26-ാമത്തെ ബി എന്ന് പബ്ലിഷ് ചെയ്തിരുന്നു, പക്ഷേ കറക്റ്റ് ആൻസർ ഇപ്പോൾ എ എന്നുള്ളത് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി 8-ാം തീയതിയിലെ 15, 45, 62, 84, 97, 130 ഇത്രയും ക്വസ്റ്റ്യൻസിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൽ 62-ാമത്തെ എയിൽ നിന്ന് മാറ്റി ബി എന്ന ആൻസറാണ് കറക്റ്റായിട്ട് വന്നേക്കുന്നത്. 97-ാമത്തെ ക്വസ്റ്റ്യന് ബി എന്ന ആൻസർ മാറ്റിയിട്ട് സി എന്നുള്ള ആൻസറാണ് കറക്റ്റായിട്ട് വന്നേക്കുന്നത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 9-ാം തീയതിയിലത്തെ എക്സാം, അതാണ് കുറച്ചധികം പ്രശ്നം ഉണ്ടായിരുന്നു. കുറേ അധികം ചോദിക്കാത്ത, അതായത് സിലബസിൽ ഇല്ലാത്ത പോർഷൻസ് അല്ലെങ്കിൽ CBSEക്കാർക്ക് ഇപ്പോൾ ഇല്ലാത്ത പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞത് 9-ാം തീയതിയിലത്തെ എക്സാമാണ്. സോ 9-ാം തീയതിയിലത്തെ എക്സാമിൽ 3-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ആയി റിവൈസ് ചെയ്തിട്ടുണ്ട്. 11, 20, 33, അതുപോലെ തന്നെ 61, 88, 95, 139, 140 ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മേ ബി നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത പോർഷനിൽ നിന്നോ അല്ലെങ്കിൽ ആൻസർ എയും ബിയും സിയും ഒന്നും അല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ 41-ാമത്തെ സി എന്ന ആൻസറിൽ നിന്ന് എ ആക്കി റിവൈസ് ചെയ്തിട്ടുണ്ട്. 50-ാമത്തെ ഇ എന്ന ആൻസറിൽ നിന്ന് എ എന്ന ഓപ്ഷനായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. 53 എയിൽ നിന്ന് സി എന്ന ഓപ്ഷനായിട്ട് റിവൈസ് ചെയ്തു. 60-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഡിയിൽ നിന്ന് ബി ആയിട്ട് റിവൈസ് ചെയ്തു. 76-ാമത്തെ ബി എന്ന ആൻസർ കീയിൽ നിന്ന് എ എന്ന ഓപ്ഷനായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. 90 നമ്മളുടെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഇ ആയിരുന്നു ആൻസർ, ഇപ്പോൾ അത് സി ആയിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ അതാണെന്നുള്ളതാണ്. ഇനി ഫാർമസിയുടെ ഒരേ ഒരു ക്വസ്റ്റ്യനാണ്, അത് 2-ാമത്തെ ക്വസ്റ്റ്യൻ. അത് ഡി ആയിരുന്നു നമുക്ക് താൽക്കാലിക റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ കറക്റ്റ് എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഓപ്ഷൻ നമ്പർ ഇ ആണ് കറക്റ്റായിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫൈനൽ ആൻസർ കീ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊന്നും കൂടി ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ഓർഡേഴ്സിൽ പ്രസ് റിലീസ് അല്ല, നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് മാറ്റിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഫൈനൽ ആൻസർ കീ എന്നുള്ള ആ ഒരു ഓപ്ഷനും കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഞാനിത് ന്യൂ ആപ്ലിക്കേഷൻസ് എടുത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 2024 വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതുപോലെ ഈ പ്രോസ്പെക്ടസ് മോഡിഫൈ സിലബസ് എന്നൊക്കെ കൊടുത്തിട്ടില്ലേ, അവിടെ അതുപോലെ അതിൻ്റെ താഴെയായിട്ട് ഫൈനൽ ആൻസർ കീ എന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ചേഞ്ച് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.